ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ ദിവ്യമായ കൃപകളെ പ്രാപിപ്പാൻ സർവശക്തൻ നമ്മേവരെ സഹായിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വാക്യമാണ് വീണ്ടും ധ്യാനത്തിന് വേണ്ടി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. എങ്ങനെ ദൈവികമായി വളരാമെന്നും എങ്ങനെ ആത്മാവിൽ ബലപ്പെടാമെന്നും ഇതിനകം തന്നെ നിങ്ങളോട് പങ്കുവച്ചു കഴിഞ്ഞു. ഇനി ജ്ഞാനം നിറയപ്പെടുന്ന അനുഭവത്തെ കുറിച്ചാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിൽ ജ്ഞാനം നിറഞ്ഞത് എന്ന് വ്യക്തമായി തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ദൈവമക്കളാകുന്ന നമ്മളെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവിക ജ്ഞാനത്താൽ നാമും നിറയണമെന്നാണ്. എന്താണ് ജ്ഞാനം? ഞാൻ ഇങ്ങനെ അതിനെ നിർവചിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ ഏതെല്ലാം വിധത്തിൽ സെക്യുലർ സ്റ്റഡീസിലോ മറ്റുമൊക്കെയായി നമ്മൾ നേടുവാനായിട്ട് ശ്രമിക്കുന്നതെല്ലാം അറിവാണ്. അതേസമയം ദൈവികമായി ദൈവത്തിന്റെ അനോയിന്റിംഗ് ആയി നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനമാണ് എന്ന് നിർവചിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിനും കൂടെ നാം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെ ദൈവികമാകുന്ന ജ്ഞാനം ലഭിക്കുവാനായിട്ട് കഴിയും? ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം എങ്ങനെയാണ് ലഭിക്കുക? യോബ് ഇങ്ങനെ സുഭാഷിതങ്ങൾ പറയുന്ന അനുഭവം യോബിന്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായും കാണുവാനായിട്ട് കഴിയും. ജ്ഞാനത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, യോബ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിന്റെ ഉത്ഭവ സ്ഥാനം എവിടെ? അതിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല, ജീവനുള്ള ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. മാനുഷികമായി ലഭിക്കുന്നതല്ല ജ്ഞാനം, ദൈവികമായി ലഭിക്കുന്നതാണ് ജ്ഞാനം. അതുകൊണ്ട് തന്നെ ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. മാനുഷികമായി നമ്മുടെ ഭൂമിയിൽ ഭൗമികമായി അത് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. വീണ്ടും നമുക്ക് താഴോട്ട് യോബ് പറയുന്ന സുഭാഷിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്: തങ്കം കൊടുത്താൽ അത് കിട്ടുന്നില്ല, അതിന്റെ വിലയായി വെള്ളി തൂക്കി കൊടുപ്പ് മാറുമില്ല, ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരത്നമോ ഒന്നും അതിന് ഈടാകുന്നതല്ല. അതായത് ഈ ലോകത്തിലെ എന്ത് തന്നെ വിലപിടിപ്പുള്ള വസ്തുവും ദൈവിക ജ്ഞാനത്തിന് പകരം വയ്ക്കുവാനായിട്ട് കഴിയുന്നതല്ല. വീണ്ടും പറയുന്നു, ജ്ഞാനത്തിന്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. പിന്നെ പറയുന്നു, എവിടെ നിന്ന് ജ്ഞാനം വരുന്നു? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? ഒടുവിൽ അദ്ദേഹം പറഞ്ഞു നിർത്തുവാനായിട്ട് ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ദൈവം പറയുന്നത് യോബ് ഏറ്റെടുക്കുകയാണ്. കർത്താവിനോടുള്ള ഭക്തിയാണ് ജ്ഞാനം, ദോഷം വിട്ട് അകന്ന് നടക്കുന്നതാണ് വിവേകം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. ദൈവത്തോടുള്ള ഭക്തിയാണ് ജ്ഞാനം നിറയുന്നതിനുള്ള ഒരു പ്രധാന കാരണം. സങ്കീർത്തനക്കാരൻ 111-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നു, ജ്ഞാനത്തിന്റെ ആരംഭം ദൈവത്തോടുള്ള ഭക്തിയാണ്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. എന്നാൽ സദൃശവാക്യങ്ങൾ 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും: യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അതാണ് ഞാൻ പ്രഥമമായ ആമുഖമായി നിങ്ങളോട് പറയുവാൻ ശ്രമിച്ചത്. ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം ലഭിക്കുന്നത്. അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം: ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. പ്രിയമുള്ളവരെ, ദൈവിക ജ്ഞാനം നമ്മെ സഹായിക്കുന്നത് ദോഷം വിട്ടകന്ന് ജീവിക്കുവാനാണ്. നമ്മെ ദോഷപ്പെടുത്തുവാനായി ഈ ഭൂമിയിൽ പലതുമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, പൈശാചികമായിട്ടുള്ള ഒരു ശക്തി, ഇരുട്ടിന്റെ ശക്തി, ഭൗതികമായ പ്രലോഭനങ്ങളിലൂടെയും വശീകരണങ്ങളിലൂടെയും ടെംപ്റ്റേഷനിലൂടെ ഒക്കെ നമ്മെ ഇങ്ങനെ പാപം ചെയ്യാനായിട്ട് ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും, അതിനെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തോടുള്ള ജ്ഞാനം ഉള്ള, ദൈവികമാകുന്ന, ദൈവത്തോട് ഭക്തിയുള്ള, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് ഇവയിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാനായിട്ട് കഴിയും. കളങ്കമേൽക്കാതെ, പാപമേൽക്കാതെ ജീവിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനാണ് നാം പ്രാധാന്യം ഈ ഭൂമിയിൽ നൽകേണ്ടത്. അതുകൊണ്ട് ക്രിസ്തുയേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ വളരുമ്പോൾ തന്നെ വളർച്ച ദൈവകൃപയോടെ ദൈവിക ശിക്ഷണത്തിലായിരിക്കണം. ജ്ഞാനം നിറയണം, അതിന് ദൈവത്തോടുള്ള ഭക്തി ഉണ്ടാകണം, ആത്മാവിൽ ബലപ്പെട്ടു പോകണം. ആത്മാവിൽ ബലപ്പെടണമെങ്കിൽ ആത്മഫലം നാം പുറപ്പെടുവിക്കണം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും.
സഹായകനായ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. അതിന് ദിനംതോറും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സഹായകനാകുന്ന പരിശുദ്ധാത്മാവിനെ എന്നിൽ അളവില്ലാതെ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാം. ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ആമേൻ.